السلام عليكم ورحمة الله. الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. أصلي وأسلم أفضل الصلاة وأزكى السلام وأتم التسليم على أشرف المرسلين وعلى آله وأصحابه المجاهدين في سبيل الله. بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. محمد رسول الله والذين معه أشداء على الكفار رحماء بينهم. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും അനുഗ്രഹവും നേടിയെടുക്കും വിധം ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വിഷയം യൗവനത്തിൻ്റെ ബാധ്യത, യുവാക്കളുടെ ബാധ്യത എന്നതാണ്. ലോകത്ത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ വസന്ത കാലഘട്ടമാണ് യൗവനം. യൗവനത്തിലുള്ള ആളുകളെ ഈ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ആവശ്യമുള്ളവരാണ്. രാഷ്ട്രീയക്കാർക്ക് യുവാക്കളെ വേണം, സാംസ്കാരിക നിലയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യുവാക്കളെ ആവശ്യമാണ്, വർഗീയ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് യുവാക്കളെ ആവശ്യമാണ്, മതസംഘടനകൾക്കും രാഷ്ട്രീയക്കാർക്കുമൊക്കെ യുവാക്കളെ ആവശ്യമുണ്ട്. വാർദ്ധക്യമുള്ളവരെ പലർക്കും വീട്ടിൽ തന്നെ ആവശ്യമില്ലാത്ത ഒരു ഘടകമാണ്. ആരോഗ്യം മുഴുവനും യൗവനം അള്ളാഹുവിന് നൽകാൻ കഴിഞ്ഞാൽ മാത്രമേ വാർദ്ധക്യദശയിൽ ആരുമില്ലെങ്കിലും പടച്ചതമ്പുരാൻ്റെ തണലും നിഴലും നമ്മെ തലോടും. യാതൊരു സംശയവുമില്ല. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു. അതുകൊണ്ട് യൗവനം നാം അള്ളാഹുവിന് നൽകേണ്ടതുണ്ട്. ഒരുപാട് ആളുകൾ പലതരം ഭീകര വർഗീയവാദികളുടെ മുമ്പിൽ മതമുള്ളവരാണെങ്കിൽ മതത്തിൻ്റെ പരിധി അതിലംഘിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരായിരിക്കും 90% യുവാക്കളും. മതമില്ലാത്തവരാണെങ്കിലോ അവർ ഭൗതികതയുടെ അതിപ്രസരത്തിൽ അവരുടെ ജീവിതം തളച്ചിടുകയാണ്. അത് യുവാവായിരുന്നാലും യുവതിയായിരുന്നാലും ഏത് യുവാവിനും യുവതിക്കും ജീവിതത്തിൻ്റെ നല്ല വസന്തകാലത്തെക്കുറിച്ചൊരു ബോധമുണ്ടാവണം. അതാണ് ഞാൻ ഇന്നത്തെ നിങ്ങളുടെ ക്ലാസ്സിൽ വിശദീകരിക്കപ്പെടാൻ പോകുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പറ്റം യുവാക്കളെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വെള്ളിയാഴ്ച വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ നമ്മൾ ഓതാറുള്ള ഒരു സൂറയാണല്ലോ സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യ ഭാഗത്ത് നാം കുറേ യുവാക്കളെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ദഹ്യാനൂസ് എന്ന് പറയുന്ന ഒരു രാജാവ് രാജ്യം ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹു അല്ലാത്ത ആ രാജ്യത്തുണ്ടായിരുന്ന ആരാധ്യന്മാരെ ആരാധിക്കണമെന്നും പടച്ചതമ്പുരാനിൽ നിന്ന് സൃഷ്ടികളിലേക്ക് ആരാധനയെ തിരിച്ചുവിടണമെന്നുമായിരുന്നു ദഹ്യാനൂസ് രാജാവിൻ്റെ ആവശ്യം. ആ ആവശ്യം കുറേ യുവാക്കൾ നിരസിച്ചു. ആ നിരസിച്ച ഘട്ടം രാജാവ് ദർബാറിൽ വിളിച്ചു ചേർത്ത ഒരു മീറ്റിങ്ങിൽ വെച്ചായിരുന്നു. ദർബാറിൽ വെച്ച് രാജാവ് പറഞ്ഞത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നൊരു സമൂഹമാവരുത്. അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളുണ്ട്, ശവകുടീരങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, രാജാക്കന്മാരുണ്ട്, നക്ഷത്ര കുടുംബങ്ങളുണ്ട്. ഇവയൊക്കെ ആരാധിക്കണം. ആ യുവാക്കളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റോൾ മോഡലായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഖുർആൻ പറയുന്നു, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ.
നഹ്നു നഖുസ്സു അലൈക, മുഹമ്മദേ നാം നിനക്ക് ഒരു കഥ വിവരിച്ചു തരാം. എന്താണ് ആ കഥ? ഇന്നഹും ഫിത്യത്തുൻ, അവർ ഒരു പറ്റം ഫത്തകളാണ്, യുവാക്കളാണ്. ഒരു പറ്റം യുവാക്കളുടെ കഥ മുഹമ്മദേ നാം നിനക്ക് വിവരിച്ചു തരാം. എന്താണ് അവരുടെ പ്രത്യേകത? അവർ ആമനൂ ബി റബ്ബിഹിം, അവർ തൗഹീദ് ഉൾക്കൊണ്ടവരാണ്. ആ യുവാക്കളുടെ പ്രത്യേകത തൗഹീദ് ഉൾക്കൊണ്ടവരാണ്. തൗഹീദ് ഉൾക്കൊണ്ട സമൂഹത്തിന് അല്ലാഹു വസിദ്നാഹും ഹുദാ, സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഒരു പറ്റം യുവാക്കൾ സന്മാർഗത്തിലൂടെ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടണമെങ്കിൽ ആ യുവാവ് തൗഹീദിന് വേണ്ടി അധ്വാനിക്കണം. അപ്പോഴാണ് അവർക്ക് ഹുദ അള്ളാഹു വർദ്ധിപ്പിക്കുക. ഹുദ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. ഇപ്പോൾ യുവാക്കളായ ആളുകൾ ആദരിക്കേണ്ടവരെ ആദരിക്കാറില്ല, ഉണ്ടോ? തൗഖീർ കബീറും, വലിയവരെ ബഹുമാനിക്കുക എന്നത് യുവാക്കളുടെ ബാധ്യതയാണ്. അത് യുവാക്കൾ നിർവഹിക്കാറില്ല. അതോടൊപ്പം തന്നെ പ്രായം ചെന്ന ആളുകൾ സന്തോഷിക്കുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരുക, അവർ ദുഃഖിക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുക, അവരെ കൂടുതൽ ദുഃഖിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ യുവാക്കളുടെ ബാധ്യതയാണ്, ഇതൊക്കെ ഹുദയാണ്. അത് സാംസ്കാരിക ഹുദയാണെങ്കിൽ കർമ്മമണ്ഡലങ്ങളിൽ ഒരുപാട് ഹുദയുണ്ട്. കർമ്മമണ്ഡലങ്ങളിലെ ഹുദ നമ്മുടെ കണ്ണും കാതും കരളും നിയന്ത്രിക്കാനുള്ള കഴിവ് തൗഹീദ് ഉൾക്കൊണ്ടൊരു യുവാവിനുണ്ടാവും, തൗഹീദ് ഉൾക്കൊണ്ടൊരു മനുഷ്യനുണ്ടാവും. അപ്പോഴേ ഹുദ വർദ്ധിപ്പിക്കുള്ളൂ. തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്നതോടുകൂടി നാവ് മോശപ്പെടും, മനസ്സ് ദുഷിക്കും, പകയും വിദ്വേഷവും അസൂയയും ഒരുപാട് നാമ്പെടുക്കും. നിങ്ങൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. യഥാർത്ഥമായ തൗഹീദ്, ആ തൗഹീദിൽ നിന്ന് ഏത് സമയത്ത് വ്യതിചലനം ഉണ്ടാകുന്നുവോ, വ്യതിചലനം എപ്പോഴും ഉണ്ടാകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകം കണ്ട ഏറ്റവും ഉന്നതനായ വ്യക്തി, നമുക്കറിയാം, അഫ്ളൽ റജുലിൻ ബഅദൽ അംബിയാഇ വറുസുൽ, പ്രവാചകന്മാർക്കും അമ്പിയാക്കന്മാർക്കും ശേഷം വന്ന ഏറ്റവും ഉന്നതനായ വ്യക്തിയായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എനിക്ക് അല്ലാഹു ഇബ്രാഹിം നബിയെ ഖലീലായി സ്വീകരിച്ചുവെങ്കിൽ എനിക്കൊരു ഖലീലായി സ്വീകരിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ് ഖലീലായി, സുഹൃത്തായി സ്വീകരിക്കുക. അത്രമാത്രം ഔന്നിത്യമുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകം വിളിച്ചിട്ട് റസൂലുള്ളാഹി പറയുന്നു, യാ അബൂബക്കർ ലശ്ശിർക്കു അഖ്ഫാ മിൻ ദബീബിൻ നംൽ, അബൂബക്കറെ നിന്റെ അടുത്തേക്ക് തൗഹീദിൽ നിന്നുള്ള വ്യതിചലനം, ഷിർക്കിലേക്കുള്ള പോക്ക് ഒരു ഉറുമ്പരിക്കുന്ന സാവകാശത്തിൽ അബൂബക്കറെ നിന്നിലേക്ക് കയറി വരും, സൂക്ഷിക്കണം. അങ്ങനെ ഒരു ഉറുമ്പരിച്ചാൽ ചിലപ്പോൾ നമ്മൾ അറിയാറില്ല, ചില ഉറുമ്പുകളൊക്കെ അറിഞ്ഞാൽ അരിച്ചു പോകുമ്പോൾ നമ്മൾ അറിയില്ല. അത്ര കോപ്യമായ നിലക്ക് തൗഹീദിനുള്ള വ്യതിചലനം ഉണ്ടാവും. അതുകൊണ്ട് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു മനുഷ്യന് തൗഹീദ് ഉണ്ടായാൽ, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഏകനായ റബ്ബിനെ കുറിച്ചുള്ള ബോധം, അല്ലാഹ് കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, എൻ്റെ ജീവിതം മുഴുവനും അള്ളാഹു വീക്ഷിക്കുന്നു. അങ്ങനെ അള്ളാഹു സമീഉൻ ബസീർ, കാണുന്നവൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. നമ്മൾ എവിടെയാണെങ്കിലും നമ്മളുടെ കൂടെ അവനുണ്ട്. നമ്മൾ 3 പേർ രഹസ്യം പറയുമ്പോൾ അള്ളാഹു പറഞ്ഞു റാബിയുഹുമില്ലാഹുവ, 4ാമതായി പടച്ചമ്പുരാൻ കൂടെ ഉണ്ടാവും, നമ്മൾ അറിയാറില്ല. ഇതിൻ്റെ പേരാ തൗഹീദ്. നമ്മൾ 3 പേർ രഹസ്യ ഭാഷണം നടത്തുന്നു, 4ാമതായി റബ്ബുണ്ടാവും. നമ്മൾ 5 പേർ രഹസ്യ ഭാഷണം നടത്തുന്നു, അപ്പോൾ സാദിസുഹുമില്ലാഹുവ, 6ാമതായി പടച്ചോൻ ഇല്ലാണ്ടിരിക്കൂല എന്നാ ഖുർആൻ സൂറത്ത് മുജാദിലയിൽ വിശദീകരിക്കുന്നു. അങ്ങനെ ഒല അതിനാദാലിക്ക, അതിൽ കുറഞ്ഞാലും ശരി, ഒല അക്സർ, എത്ര അധികമായാലും ശരി, ആ കൂട്ടത്തിൻ്റെ കൂടെ അള്ളാഹുണ്ട്. ഇപ്പം നമ്മളുടെ കൂടെ അള്ളാഹുണ്ട്. ഞാൻ എന്തിനിത് പറയുന്നു, നിങ്ങൾ എന്തിനു വന്നു, എന്താണ് നിങ്ങളുടെ വരവിൻ്റെ ലക്ഷ്യം, എൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്താ, അതൊക്കെ അറിയുന്ന റബ്ബാണ്. ആ റബ്ബിനെ കുറിച്ചുള്ള ബോധമാണ് നമുക്ക് സന്മാർഗ ദർശനമുണ്ടാകുന്നത്. അതാണ് സിദ്നാഹും ഹുദാ. അപ്പം ആദ്യം വരേണ്ടത് ഹുദയല്ല, ആദ്യം വരേണ്ടത് തൗഹീദാണ്. തൗഹീദ് നേരക്ക് വന്നാലേ ഹുദ നേരക്ക് ഇങ്ങ് വരുള്ളൂ. അങ്ങനെ ഇപ്പോൾ തൗഹീദ് ശരിയായിക്കണോ ഇല്ലേ നോക്കാൻ ഞാനൊരു അളവുകോൽ തരാം. നമുക്ക് കാണാൻ അഴകുള്ളൊരു സ്ത്രീയെ കണ്ടു, നമ്മൾ കണ്ടാൽ നമ്മൾ നോക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ആ നോട്ടത്തിൻ്റെ കൂടെ ആരുണ്ട്? അള്ളാഹുണ്ട്. ആ നോട്ടത്തിൽ എന്തെങ്കിലും പോരായ്മയുണ്ടോ, പിശകുണ്ടോ, തെറ്റുണ്ടോ, കുറ്റമറ്റതാണോ, ആരുടെ ഇന്നയാളുടെ ഭാര്യയാണ് അല്ലെ ഇന്നയാളുടെ പെങ്ങളാണ്, അതറിയലാണോ? അല്ല അതിൻ്റെ അപ്പുറം വല്ലതുമുണ്ടോ?
അതുണ്ടാവില്ല തൗഹീദുള്ള ആൾക്ക്. അതുണ്ടാവുന്നുണ്ടോ എങ്കിൽ തൗഹീദ് എന്തായില്ല, ക്ലാരിഫിക്കേഷൻ ഉണ്ടായില്ല. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിക്കുന്നു, ഒരു പ്രായം ചെന്ന മനുഷ്യനെ നിന്ദിക്കുന്നു, അപമതിക്കുന്നു, അയാളെ നേരെ വ്യക്തിപരമായി വിരൽ ചൂണ്ടി സംസാരിക്കുന്നു ഒരാൾ. എന്നിട്ട് അയാൾ പറയുന്നു എനിക്ക് തൗഹീദ് ഉണ്ട്. ഇല്ല, ഹുദ കിട്ടിയിട്ടില്ല. ഈ യുവാക്കളായ ആളുകൾക്ക് നിങ്ങൾ അറിയണം, അസ്ഹാബുൽ കഹ്ഫിന്റെ യുവാക്കളായ ആളുകൾക്ക് കിടക്കാൻ വീടില്ലായിട്ട് പോയിട്ട് കിടന്നതല്ല ഗുഹയുടെ അകത്ത്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും മാറ്റിവെച്ച് ഗുഹയുടെ അകത്തേക്ക് അവർ കയറി ചെന്നത് രാജാവ് പറയുന്നു അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കുന്നു. അതിൻ്റെ പേരിൽ അവരുടെ കുടുംബാംഗങ്ങളെ ദ്രോഹിക്കുന്നു, പീഡിപ്പിക്കുന്നു. അപ്പോൾ അവരവിടെ നിന്ന് മാറി നിന്നാൽ തൽക്കാലം രക്ഷപ്പെടാമല്ലോ എന്ന നിലക്കാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ യുവാക്കൾ ഗുഹയിൽ കയറിയത്. അതാണ് അള്ളാഹു കൃത്യമായി ഇതാ നിനക്ക് വിവരിച്ചു തരുന്നു. ഇന്നഹും ഫിത്യത്തുൻ, അവർ യുവാക്കളാണ്, ആമനൂബി റബ്ബിഹിം, റബ്ബിൽ തൗഹീദിൽ വിശ്വസിച്ചവരാണ്. എന്നിട്ട് പറയുന്നു അക്കാരണത്താൽ സിദ്നാഹും ഹുദ, നാം ഹുദ വർദ്ധിപ്പിച്ചു കൊടുത്തു. അപ്പോഴേ ഹുദ ഉണ്ടാവുള്ളൂ. ഒരാൾക്ക് തൗഹീദ് ഉണ്ടായിട്ടും അയാൾ ഒരുപാട് തെറ്റുകളിലേക്ക് അങ്ങനെ മുഴുകിക്കൊണ്ടിരിക്കുന്നു. അയാൾ പറയുന്നു ഞാൻ തൗഹീദുള്ള ആളാണ്. അത് ക്ലിയർ അല്ല. തൗഹീദിൻ്റെ ഏതോ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും. അങ്ങനെ തൗഹീദ് എന്താ? തൗഹീദ് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ തൗഹീദിനെ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞു അൽ ഇഅ്തിഖാദു ബിൽ ഖൽബ്, ഹൃദയം കൊണ്ടുള്ള വിശ്വാസം അല്ലാഹ് അതുണ്ടാവണം. എന്നിട്ട് അതിനനുസരിച്ച് അൽ ഇഖ്റാറു ബിൽ ലിസാൻ, അത് നാവ് കൊണ്ടങ്ങ് പ്രചരിപ്പിക്കണം. ഈ ഞാൻ ഉൾക്കൊണ്ട വിശ്വാസം ഞാൻ ആളുകളോട് പറയണം. എന്നിട്ട് ആ തൗഹീദ് അമലും ബിൽ ജവാരിഹ്, എൻ്റെ അവയവങ്ങൾ ഏറ്റെടുക്കണം തൗഹീദിനെ. എൻ്റെ അവയവങ്ങൾ ആ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഏറ്റെടുക്കുന്നതോടുകൂടി എന്തുണ്ടാവും? എൻ്റെ അവയവങ്ങളൊക്കെ ക്ലിയറായി. എൻ്റെ കണ്ണും കാതും കരളും ഒക്കെ ആവശ്യമുള്ളിടത്തേ പോവുള്ളൂ, ആവശ്യമില്ലാത്തടത്ത് പോവില്ല. ഉണ്ടോ? അതാണ് നാം അവർക്ക് ഹുദ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞത്. വസിദ്നാഹും ഹുദ, തീർന്നില്ല. വറബത്നാ അലാ ഖുലൂബിഹിം ഇദ് ഖാമൂ ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്. വിശുദ്ധ ഖുർആൻ അവരെ പറ്റി പറയുന്നു. അങ്ങനെ ഹുദ വർദ്ധിപ്പിച്ചു, ഈമാൻ ഉൾക്കൊണ്ടപ്പോൾ വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സിന് നാം കെട്ടുറപ്പ് നൽകി. ഉണ്ടോ? തൗഹീദുള്ള ആളുകൾക്ക് കെട്ടുറപ്പ് റബ്ബ് തരും. അത് മനസ്സിലില്ല. വലിയ വലിയ അപകടങ്ങൾ നിങ്ങളുടെ നേരെ തിരിഞ്ഞു വരുമ്പോൾ ഒരു രോമത്തിന് പോലും നിങ്ങൾ കേൾക്കൂല. അത് തൗഹീദില്ലെങ്കിലോ? തൗഹീദില്ലെങ്കിൽ നിസ്സാരമായ കാരണങ്ങളാൽ നിങ്ങൾ ടെൻഷൻ അടിക്കും. നിസ്സാരമായ കാരണങ്ങൾ മതി. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു രോഗം വരുന്നു എന്ന് തോന്നിയാൽ മതി, മരണ ഓട്ടാണ്, ഡോക്ടർമാരടുത്തേക്ക് ഓടുന്നു, അവിടെ പരിശോധന, ഇവിടെ പരിശോധന, ടോട്ടൽ പരിശോധന, ബോഡി കംപ്ലീറ്റ് പരിശോധന, 50,000 കൊടുത്താലും വേണ്ട, 1,00,000 കൊടുത്താലും വേണ്ട, ടെൻഷനായി. അപ്പോൾ അതുണ്ടാവില്ല തൗഹീദ് ഉള്ളവനക്ക്. ഇതൊക്കെ അള്ളാൻ്റെ വിധി, അത് അള്ളാഹ് നടപ്പിൽ വരുത്തട്ടെ. അത് അള്ളാൻ്റെ തീരുമാനം. ഇന്ന രോഗം വരാൻ, ഇന്ന വിഷമം വരാൻ, ഇന്ന ബുദ്ധിമുട്ട് വരാൻ, ഇന്ന കട്ടപ്പാട് വരാൻ, അത് അള്ളാൻ്റെ തീരുമാനമാണ്. എനിക്കതിൽ പണിയെടുക്കാൻ കഴിയില്ല. അതാണ് തൗഹീദ്. അപ്പം നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, അതിൽ ടെൻഷൻ അടിക്കേണ്ടതില്ല. അത് അഅ്മാലുള്ളതാണ്, അള്ളാൻ്റെ പ്രവർത്തനങ്ങളാണ്. അതിൽ നമുക്ക് എതിരിൽ പണിയെടുക്കാൻ കഴിയില്ല, അയ്യോ ഇല്ല. അപ്പം നമ്മൾ തൗഹീദ് ഉൾക്കൊള്ളുക. അപ്പം നമ്മളുടെ മനസ്സിന് അള്ളാഹു എന്ത് ചെയ്യും? വറബത്നാ അലാ ഖുലൂബിഹിം, മനസ്സിന് കെട്ടുറപ്പ് നൽകും. എപ്പോഴാണ് അള്ളാഹു ഇതൊക്കെ കൊടുത്തു അറിയോ? ഇത് ഖാമൂ, അവർ ദർബാറിൽ എഴുന്നേറ്റ് നിന്നു. രാജാവിനെ അനുകൂലിക്കുന്ന ഒരുപാട് ആളുകൾ ഒന്നിച്ചു ചേർന്ന സദസ്സിൽ അവർ എഴുന്നേറ്റ് നിന്നു. ഇപ്പോൾ തൗഹീദിനെ അനുകൂലിക്കുന്നവരാണല്ലോ നിങ്ങൾ. 1000 തൗഹീദിനെ എതിർക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടെങ്കിൽ തൗഹീദുള്ള ആൾക്കാർ ഇപ്പോൾ എഴുന്നേൽക്കൂല, അവിടെ അങ്ങനെ കുത്തിരിക്കും. പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പറയും? ഓരെങ്ങാനും എന്ത് ചെയ്താലോ എനിക്ക് പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് മിണ്ടണമെന്നുണ്ടായിരുന്നു, ഞാൻ മിണ്ടാട്ടെന്നാ. ഇവർ മിണ്ടുകയാണ്. ആരോടാ മിണ്ടുന്നത്? രാജാവിനോടാണ്, നിയമപാലകരോടാണ്, തുരുങ്കിലടക്കാൻ കഴിവുള്ളവരോടാണ്. ഇത് കാമു, അവർ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ഫഖാലൂ റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങൾ വിശ്വസിക്കുന്ന റബ്ബ് ആകാശഭൂമികളെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയവനാണ്. ബാഹ്യപ്രപഞ്ചത്തിൽ എല്ലാ സംവിധാനങ്ങളും, മനുഷ്യനും മനുഷ്യനല്ലാത്ത ജീവികൾക്കും അചേതന സചേതന വസ്തുക്കൾക്ക് മുഴുവൻ ആവശ്യമായ മുഴുവൻ സൗകര്യങ്ങൾ ഒരുക്കി തന്നവനാണ് ഞങ്ങൾ പറയുന്ന റബ്ബ്. അതുകൊണ്ട് തീർത്ത് പറഞ്ഞു രാജാവിനോട്,
ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ഒരാളോടും ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല, ഒരാരാധ്യനോടും, ഒരു പ്രാർത്ഥനക്കർഹനായിട്ട് ഒരാളോടും ഞങ്ങൾ പ്രാർത്ഥിക്കൂല. ഇത് ഖണ്ഡിപ്പായ തീരുമാനമാണ്. ഇവരെ പറ്റിയാണ് വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നത് മുസ്ലിങ്ങൾ. നമ്മളിപ്പോൾ ഇത് ഓതുമ്പോൾ ഇതൊന്നും ഒരു ഈ പരിപാടിയൊന്നും നമ്മൾ അറിയില്ല. നമ്മളിങ്ങനെ മൂക്കൊണ്ട് ഓതല എന്നിട്ട് പട്ടി കയറി കുടുങ്ങിയാൽ അങ്ങനെ ഓതുക ചെയ്യുക. അല്ലാണ്ട് ഈ പറഞ്ഞ ആശയങ്ങൾ മനസ്സിൻ്റെ അകത്തളത്തിൽ കടന്നു വരുന്നില്ല. ഉണ്ടോ? ഒരാളുടെയും മനസ്സിൻ്റെ അകത്തേക്ക് ഈ ആശയം കടന്നു വരുന്നില്ല. ഇത്രയും കഷ്ടപ്പാട് സഹിച്ചൊരു യുവാക്കളുടെ കഥയാണ് വിശുദ്ധ ഖുർആൻ എന്നോട് പറയുന്നത്. അത് വെള്ളിയാഴ്ച ഓതുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മളുടെ മനസ്സിനകത്തേക്ക് മുൻകഴിഞ്ഞു പോയ യുവാക്കൾ ജീവിച്ചു തീർത്തത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നാം ആ ശീതളഛായയിലേക്ക് നമ്മൾ സ്വാഭാവികമായും വരും. അപ്പോൾ നമുക്കൊരുപാട് ഹുദയുണ്ടാകും. നമ്മൾ പറയുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ, ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു വലിയ വൻ ശക്തി നമ്മുടെ മനസ്സിനകത്ത് വന്നു. നമുക്കൊരുപാട് പാപഭാരങ്ങൾ ഇറക്കി വെക്കാനുള്ള വൻ ശക്തി നമ്മുടെ മനസ്സിൽ വന്നു. കെട്ടുറപ്പ് കൂടും. മനസ്സിലായോ? അള്ളാഹുവിനോട് ബദറിൻ്റെ രണാങ്കണത്തിലൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് മുശ്രിക്കുകളായ ആളുകളും പല മുസ്ലിങ്ങളും വന്നിട്ട് പറഞ്ഞു, മുഹമ്മദ് നബിയെ, നിങ്ങൾക്കിതിൽ ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട്, ഫഖ്ശൗഹും, നിങ്ങൾ അവരെ ഭയപ്പെടണം. അതാ വാളും എല്ലാ ആയുധ സാമഗ്രികളോടുകൂടി നിങ്ങളുടെ കൈകാലുകൾ ഛേദിക്കാൻ ആളെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഫസാദുഹും, അവർക്ക് വർദ്ധിച്ചത് ഈമാനാണ്. തൗഹീദ് വർദ്ധിക്കുക. ഇത് വന്നോട്ടെ, വെട്ടിക്കോട്ടെ, കൊണ്ടേക്കോട്ടെ, അള്ളാഹ്ക്ക് വേണ്ടിയല്ല. അതാണ് ഈ തൗഹീദ്. അതൊരു വെള്ളം ചേർക്കാത്ത തൗഹീദാണ് കേട്ടോ. പറഞ്ഞതല്ല, അവയവങ്ങൾ ഏറ്റെടുത്ത തൗഹീദാണ്. ഏതായിരുന്നാലും ഖുർആൻ പറയുന്നു, ഫഖാലു റബ്ബുസ് സമാവാതി വൽ അർദ് ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹ, ഒരാരാധ്യനോട് ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കൂല. അങ്ങനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞാൽ ലഖദ് ഖുൽനാ ഇദൻ ശതത, ഞങ്ങൾ പറയുന്നത് ധിക്കാരമായി പോകും. ആരെയോടെങ്കിലും, അല്ലാഹു അല്ലാത്ത മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളാവട്ടെ, ശവകുടീരങ്ങളാകട്ടെ, ജിന്നുകളാവട്ടെ, മലക്കുകളാവട്ടെ, ആരോട് വിളിച്ച് മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിച്ച സാധനങ്ങൾ അതൊക്കെ എല്ലാ വിശുദ്ധ ഖുർആന്റെ മുഫസ്സിറുകളും പറഞ്ഞത് അതാണ്. അവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും. അവരോട് ആരോടും പ്രാർത്ഥിക്കില്ല, കഴിയില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കില്ല, തീർത്തു പറയുന്നു യുവാക്കൾ. ഇന്നോ ആ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടേക്കുക. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്ന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്നവർക്ക് പോലും ഒരു ചെറിയ എക്കശക്ക അല്ലേ? എന്തേ കാരണം? എവിടെയാണ് അതിൻ്റെ കാരണം? പോട്ടെ. ലഖദ് ഖുൽനാ ഇദൻ ശതത, ധിക്കാരമാണ് ചെയ്തതെന്നാ. അതുകൊണ്ട് ഇങ്ങനൊരു യുവാക്കളെ നമുക്ക് പരിചയപ്പെടുത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേട്ടോളൂ. സയഖ്റുജു ഖൗമുൻ ഫീ ആഖിരി സമാൻ, ലോകം അവസാനിക്കാൻ സമയമായാൽ ഒരു സമൂഹം രംഗത്ത് വരും. ആ സമൂഹത്തിൻ്റെ പ്രത്യേകത അഹ്ദാസുൽ അസ്നാൻ, അവർ യുവാക്കളാണ്. അവർ യുവാക്കളാണ്. നേരത്തെ ഞാൻ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ ആ യുവാക്കൾ തൗഹീദിന് വേണ്ടി ജീവിച്ച് അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവത്യാഗം വരിച്ചവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, സയഖ്റുജു ഖൗമിൻ ഫീ ആഖിരി സമാൻ അഹ്ദാസുൽ അസ്നാൻ, വളരെ യുവാക്കളായ നല്ല ഒരു പറ്റം ആളുകൾ, യുവാക്കൾ രംഗത്ത് വരും കേട്ടോ. സുഫഹാഉൽ അഹ്ലാം, അവർ തൗഹീദിനെതിരിൽ വിഡ്ഢിത്തങ്ങൾ വിളമ്പാൻ തുടങ്ങും. തൗഹീദിനെതിരിൽ സുഫഹാഉൽ അഹ്ലാം, വിവരക്കുറവുകൾ ജനങ്ങളുടെ മുമ്പിൽ വെക്കാൻ തുടങ്ങും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നല്ല നല്ല ഹദീസുകൾ അവർ ജനങ്ങളോട് സംസാരിക്കും. ആ ചെറുപ്പക്കാർ ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരുടെ കൽബിൻ്റെ അകത്തേക്ക് ആ ഈമാൻ പ്രവേശിക്കുകയില്ല. ആ തൗഹീദിന് അവരുടെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. വെറുതെ തൗഹീദി പ്രസ്ഥാനം ഇങ്ങനെ പ്രസംഗിക്കും, പക്ഷെ അത് കൽബിലുണ്ടാവില്ല. അവർക്കിഷ്ടം മറ്റ് മതാനുയായികൾ ചെയ്യുന്ന. അപ്പോൾ ഇസ്ലാമിൽ തൗഹീദ് ഇല്ലെങ്കിൽ ഇസ്ലാം മരിച്ചു. ഇസ്ലാമിൻ്റെ പ്രാണവായുവാണെന്ത്? തൗഹീദ്. ആ തൗഹീദ് ഇല്ലെങ്കിൽ ഇസ്ലാം മരിച്ചു. അപ്പോൾ ഈ തൗഹീദാകുന്ന ഈമാൻ ഈ യുവാക്കളുടെ മനസ്സിലേക്ക് വരില്ല. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ മറ്റൊരുപാട് വാക്കുകളും വചനങ്ങളും ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കും. എപ്പെന്നാ പറഞ്ഞ് ലോകം അവസാനിപ്പിക്കും. അവർക്ക് ഈ വിഷയത്തിലൊന്നും താല്പര്യം ഉണ്ടാവില്ല.
ഈ പറഞ്ഞു തന്നെ തൗഹീദ് തൗഹീദ് പറഞ്ഞു തന്നെ എന്താ ചെയ്യും. ഇപ്പം എല്ലാത്തിലും അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാം പുതിയത് വേണം. അങ്ങനെ ഒരു സിനിമക്ക് പോലും ഇപ്പോൾ പേരിട്ടിക്കണം എന്താ, ന്യൂ ജനറേഷൻ സിനിമ. ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അതിനെപ്പറ്റി നമ്മൾ പറയണ്ട. എന്നാൽ ന്യൂ ജനറേഷൻ സിനിമ എന്ന് പറഞ്ഞാൽ തോന്നിയാസങ്ങൾ പച്ച മലയാളത്തിൽ ഏത് യുവാവിൻ്റെയും മനസ്സിനെ പിടിച്ചെടുക്കും വിധം സംസാരിക്കുന്നതിനാണ് എന്താ പറയുക, ന്യൂ ജനറേഷൻ സിനിമ. മുമ്പുള്ളവരൊക്കെ വ്യംഗ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരുത്തി പറയരുത്, കാരണം കുറച്ച് ലജ്ജ ഉണ്ടായിരുന്നു. ഇപ്പം ന്യൂ ജനറേഷൻ സിനിമയ്ക്ക് എന്താണെന്ന് പറഞ്ഞാൽ യുവാക്കളെയും കുട്ടികളെയും യുവതികളെയും ഒക്കെ അതാണല്ലോ എപ്പോഴും വളരെ മോശമായ തിന്മകൾ അതിങ്ങനെ പ്രചരിപ്പിച്ച് കൊണ്ടുപോവുകയാണ്. എന്താ കാരണം? അത് പ്രചരിക്കാൻ കാരണം എന്താ, ഈ യുവാവിനും യുവതിക്കും തൗഹീദില്ല. അപ്പം അള്ളാൻ്റെ ഹുദ കിട്ടിയില്ല. ഹുദ കിട്ടണമെങ്കിൽ എന്ത് വേണം? സിദ്നാഹും ഹുദ, അള്ളാഹിനെ കുറിച്ചുള്ളൊരു ബോധം വേണം. തൗഹീദ് സിനിമയെന്ന് കിട്ടോ? ഇല്ല. ജീവിതത്തിൻ്റെ ഏതെങ്കിലും നല്ല വശം കിട്ടോ? ഇല്ല. ഒരു സ്ത്രീയെ ഇസ്ലാം പറഞ്ഞെന്താ, ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞു ഇസ്ലാമിലെ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ അറിയാൻ വേണ്ടി പറയാണ്, നിങ്ങൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ഒരു സാധാരണ നമ്മൾ ഫാൻസി സാധനങ്ങളാണ്. ഫാൻസി സാധനം മനസ്സിലായില്ല? ഇല്ല. ഫാൻസി സാധനം എന്ന് പറഞ്ഞാൽ ഫാൻസി സാധനത്തിന് എന്തില്ല, ഗ്യാരണ്ടിയും ഇല്ല, വാറണ്ടിയും ഇല്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എത്ര കൊല്ലത്തേക്ക് ഉണ്ടാവും ഫാൻസി സാധനത്തിന്? 2 കൊല്ലം 3 കൊല്ലം. അത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൻ്റെ ഗ്യാരണ്ടിയും വാറണ്ടിയും കഴിയും. മനസ്സിലായില്ല? അത് സ്ത്രീകൾ അറിയണം. പക്ഷെ സ്ത്രീകളെ വിചാരം ഞങ്ങൾ ലോകാവസാനം വരെ ലൈഫ് ടൈം ഗ്യാരണ്ടി ഉള്ള സാധനം എന്നുള്ളതൊക്കെ നടക്കുന്നത്. മനസ്സിലായില്ല? വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഖൗല എന്ന് പറയുന്നൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖൗലയെ പരിചയപ്പെടുത്തിയത് സൂറത്ത് അൽ മുജാദിലയുടെ തർക്കിക്കുന്നവൾ എന്ന അധ്യായത്തിലൂടെയാണ് തുടങ്ങിയത്. അവരുടെ ഭർത്താവ് ഔസുബിന് സാമിത്ത് അവരുടെ സമ്പത്തെല്ലാം എടുത്തു, അവരുടെ ആരോഗ്യമെല്ലാം എടുത്തു, അവരുടെ സൗന്ദര്യവും എടുത്ത് 6 കുഞ്ഞുങ്ങളെ പ്രസവിച്ചതിന് ശേഷം അവർ പറഞ്ഞു, അൻതി അലയ്യക്ക ലഹരി ഉമ്മി, എനിക്ക് എന്നെ കാണുമ്പോൾ എൻ്റെ അമ്മനെ പോലെ തോന്നുന്നുണ്ട്. മനസ്സിലായില്ല? അത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഐഡിയയാണ്. ഫാൻസി സാധനം കൊണ്ടേ നമ്മൾ ഉപയോഗിച്ച ഏകദേശം നമുക്ക് മതി വന്നപ്പോൾ നമ്മൾ പല തരത്തിലാണ് ഉപയോഗിക്കുക. പലരും ഉപയോഗിക്കുന്ന വാക്കുകൾ പലരും ഇത് തന്നെ പറഞ്ഞോളുന്നില്ല. എനിക്ക് എൻ്റെ അമ്മനെ പോലെ തോന്നുന്നു പറഞ്ഞോളുന്നില്ല. അവർക്ക് തോന്നാവുന്ന ഒരു പദം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചോറ് ചീങ്കി തിന്നുന്നത് ഇഷ്ടമല്ല, ഹറാമാണ്, അങ്ങനെയാണ്. അപ്പോൾ ഓളെ മനസ്സ് നൊമ്പരപ്പെടുന്നുണ്ടെന്നുള്ള കഥ നമ്മൾ അറിയാറില്ല. എനിക്കിഷ്ടമല്ല, വേണേ പോയിക്കോ, എവിടെ വേണേലും പോയിക്കോ, എന്ത് വേണേലും ചെയ്തോ, ആർക്ക് വേണോ, ആരാപ്പം എന്നോട് വിടക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ആ രൂപത്തിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഖുർആൻ പറയാണ്, ഓള് അള്ളാഹിനോട് ഖൗല വേദന പറഞ്ഞു. അതാണ് നിങ്ങൾ പറയല്ലേ ഖദ് സമി അല്ലാഹു സൂറ, അതാണ് സാധനം. ഖദ് സമി അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക, മുഹമ്മദ് നബിയുമായി തർക്കിക്കുന്ന ഖൗലയുടെ വാക്ക് റബ്ബ് കേട്ടിട്ടുണ്ട്. റബ്ബ് മരുഭൂമിയിലാണ് ആരുള്ളത്? മരുഭൂമിയിൽ താമസിച്ച ആളാ ഖൗല. അപ്പോൾ പറയാണ് അല്ലാഹ് കേട്ടിട്ടുണ്ട്. ഖദ് സമി അല്ലാഹു ഖൗലല്ലത്തി തുജാദിലുക വതസ്തകി ഇലല്ലാഹ്, അള്ളാഹിനോട് ഖൗല പരാതി പറഞ്ഞതും റബ്ബ് കേട്ടിട്ടുണ്ട്. അവിടെ എന്നിട്ടല്ല പറയാണ്, അങ്ങനെ ഉമ്മനെ പോലെ തോന്നുന്നു പറഞ്ഞാൽ പറഞ്ഞോൻ അതിൽ നിന്ന് പിൻവാങ്ങണമെങ്കിൽ ഫതഹരീറു റഖബ, ഒരടിമയെ മോചിപ്പിക്കണം. ഇങ്ങനെ പറഞ്ഞോൽ എന്താക്കണം? രണ്ടാമത് അതെപ്പോ ഖബലായി എത്തമാസ, വീണ്ടും അവർ തമ്മിൽ ദാമ്പത്യബന്ധം പുലർത്തുന്നതിന് മുമ്പായി തന്നെ ചെയ്തോളണം. അത് കയ്യിലെങ്കിലോ അടിമപ്പെടില്ലല്ലോ. ഫമല്ലം യജിദ്, അത് ഇല്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ എന്ത് ചെയ്തോളണം? ഫസിയാമു ഷഹ്റൈനി മുതതാബിയൈൻ, തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കണം. ഖബലായി എത്തമാസ, 2 പേരും സ്പർശിക്കുന്നതിന് മുമ്പ്. ഇനി ഫമല്ലം യസ്തത്തി, അതിനും കഴിയൂലെങ്കിലോ, ചിലവർ അങ്ങനെ ഉണ്ടാവും, നോമ്പ് നോൽക്കാനും കഴിയില്ല, വയസ്സായിട്ടുണ്ടാവും, എന്നാലും വിടും. ചില വയസ്സായിട്ട് നന്നാവില്ലോ, പ്രായം കൊണ്ടും നന്നാകാത്തീറ്റുകളുണ്ട് കേട്ടോ. യൗവനത്തിലുണ്ടായതിനേക്കാൾ മോശമായ സ്വഭാവമുള്ള പ്രായമുള്ളവരുണ്ട്. എല്ലാ കുത്തിത്തിരിപ്പും അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കുത്തിത്തിരിച്ചിലും അജാതിയൊക്കെ ഉണ്ട്. സാധാരണ 40-45 വയസ്സൊക്കെ ആകുമ്പോൾ ആണുങ്ങൾ പൊതുവെ പക്വതയും പാകതയും ഈമാനും ഒക്കെ കടന്നുകൂടുന്ന ഒരു കാലഘട്ടമാണ് പുരുഷനെ സംബന്ധിച്ചോളം. പക്ഷെ ആ മരണം വരെ അള്ളാഹിനെക്കുറിച്ചുള്ള ദിക്ർ വരാത്ത ഒരുപാട് പ്രായമുള്ള ആൾക്കാരുണ്ട്, ഒരുപാട്. നിങ്ങളതാണോ ഞാനതാണോ നമുക്ക് പ്രായമല്ല, അപ്പം അങ്ങനെ ആലോചിക്കാമല്ലോ അല്ലേ. അപ്പം ഇവിടെ അള്ളാഹു സ്ത്രീക്ക് സുരക്ഷ കൊടുത്തുണ്ടോ? ഒരു സ്ത്രീയുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ പറഞ്ഞാൽ
ഒന്നുകിൽ അടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ തുടർച്ചയായി എന്ത് ചെയ്യണം, 2 മാസത്തെ നോമ്പ്. അതിൻ്റെ ഇടയിൽ ഓളായിട്ട് ബന്ധപ്പെടാനൊന്നും പാടില്ല. 2 മാസം നോമ്പ് കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെടാൻ പാടുള്ളൂ. ഇനി അതിനും കഴിയില്ലെങ്കിലോ, ചിലർക്ക് നോമ്പ് വിൽക്കാൻ കഴിയില്ല, വെറും ഭർത്താൻ ഉണ്ടാക്കാനേ കഴിയുള്ളൂ. അങ്ങനെ ചില വയസ്സന്മാരുണ്ട്. ഓലോടല്ല പറയാ. അതിനും ഫമല്ലം യസ്തത്തി, അതിന് കഴിയില്ലെങ്കിൽ ഫൈത്ആമും സിത്തീന മിസ്കീന, 60 സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തോണം. ഒരു സ്ത്രീയെ മാനസികമായി പീഡിപ്പിക്കുന്ന ഭർത്താക്കന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച ശിക്ഷയാണ്. സ്ത്രീക്ക് ഇത്രമാത്രം സുരക്ഷ നൽകിയ ഒരു മതം ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല. പക്ഷെ ഇത്രമാത്രം ഇസ്ലാമിനെ അവഹേളിച്ച വിഭാഗം സ്ത്രീകളെപ്പോലെ വേറെ ആരുണ്ടാവില്ല. അതിന് കാരണം അവരിപ്പം കളിയാക്കേണ്ട ഈ മക്കനെയും പറഞ്ഞൊക്കെ ഇട്ട് പൂതിക്കിട്ടൊന്നല്ല, പൂതിയായിട്ടിട്ടൊന്നല്ല. ഇത് എനിക്ക് ഇടണം, അല്ല പറഞ്ഞതാണ്, സഹാബത്തൊക്കെ അങ്ങനെ ആയിരുന്നു, അങ്ങനെ മനസ്സിലാക്കിയിട്ടല്ല. നിങ്ങൾ കെട്ടി ഉണ്ടാക്കാനാണ്, നീ മുജാഹിദാണ് കെട്ടിയത്. ഞാൻ വിചാരിച്ചിരുന്ന എല്ലാ ഭാഗവും ഒന്ന് കുലുക്കണം, ഇത് കുലുങ്ങണില്ല. എന്നിട്ടോ അപകടം പ്രയാസം അപ്പക്കറിയുക, തലേ കഴിച്ചുലൊളിക്കുക. ഇതാണിപ്പം സ്ത്രീകളുടെ ഇപ്പോഴത്തെ നില. എന്താ കാരണം? തൗഹീദില്ല, ഹുദ വർദ്ധിച്ചില്ല. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ കാരണം എന്താ? ഹുദ വർദ്ധിച്ചില്ല. എന്തേ കാരണം? ഹുദ വർദ്ധിക്കാതിരിക്കാൻ തൗഹീദില്ല. തൗഹീദിന് ലോപം വന്നാൽ ഹുദയുണ്ടാവില്ല, സന്മാർഗം ഉണ്ടാവില്ല. പിന്നെ അയാളെ നാവിന്ന് വരുന്നൊക്കെ ജാതി തന്നെ ഹറാമാണ്. പോയിക്കടി, ആർക്ക് വേണ്ടി, അങ്ങനെ ഉണ്ടല്ലോ, ഇറങ്ങി പൊയ്ക്കടി. ഇത് പറഞ്ഞ ഈ മനുഷ്യൻ അറിയണില്ല, ഒരു സ്ത്രീയെ ഒരു വീട്ടിൽ നിന്ന് പണിക്കാരത്തിയായിട്ട് കിട്ടണേ ഉറുപ്പ് എത്ര വേണമെന്നറിയോ? എന്നാൽ തന്നെ എന്തൊരു ആ പണിക്കാരത്തിനോടുള്ള പെരുമാറ്റം എന്താണ്, എന്താ പറച്ചിലും. അവിടുത്തെ നമ്മളമ്മ അറിയോ, നിങ്ങൾ ഓള് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നാളെ വരില്ല കേട്ടോ, മറ്റന്നാൾ വരണേ, എന്താ ലോകിയോ, മനസ്സിലായി? അപ്പോൾ ഓള് ഈ ആഴ്ച വരില്ലായിരുന്നല്ലോ, അടുത്ത ആഴ്ച എന്തായാലും വരണേ, അല്ല എന്തൊരു ഷോപ്പിംഗ് അറിയോ? അപ്പം ഇതിന് അറിയായിട്ടല്ല, സംസാരിക്കാനും ഇതൊന്നും അറിയായിട്ടല്ല, ഹുദയില്ല. ഇതാർക്ക് വേണ്ടി സംസാരിച്ചു? പണിക്കാർത്തിക്ക് വേണ്ടി സംസാരിച്ച് തൻ്റെ ശരീരം ഉപയോഗിക്കേണ്ടി വരും ഓള് വന്നില്ലേ. അപ്പം അതിനു വേണ്ടിയാണ് ഇത്രയും സോഫ്റ്റായി സംസാരിച്ചത്. നേരെ മറിച്ച് നമുക്കാവശ്യമില്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഭാഷകൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹൗലയോട് സംസാരിച്ച അതേ ശൈലിയിൽ തന്നെ സംസാരിക്കും. കാരണം തൗഹീദില്ല. എല്ലാ തിന്മകളുടെയും പ്രധാന കാരണക്കാരൻ അതാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. തീവ്രവാദികളാവുന്നു യുവാക്കൾ. എന്താ കാരണം? തൗഹീദില്ല. തീവ്രവാദികൾ എങ്ങനെ ഉണ്ടാക്കുക? എങ്ങനെയാ തീവ്രവാദികൾ ഉണ്ടാക്കൽ? നിങ്ങളെ കാഴ്ചപ്പാടിൽ അവരെ രഹസ്യമായി ഒരുമിച്ച് കൂട്ടുക, അല്ലേ? അങ്ങനല്ലേ? അവരെ രഹസ്യമായിട്ട് ഒരുമിച്ച് കൂട്ടുക, എന്നിട്ട് അവർക്ക് പ്രത്യേക ക്ലാസ്സും കാര്യമൊക്കെ കൊടുക്കുക, അല്ലേ? അങ്ങനല്ലേ? അപ്പോഴല്ലേ തീവ്രവാദിയാവുള്ളൂ. അപ്പം അള്ളാഹു പറഞ്ഞു തീവ്രവാദികളോട്, കണ്ടാ, തൗഹീദുള്ളവരെ എന്ന് വിളിച്ചിട്ട് തന്നെ പറഞ്ഞതുകൊണ്ട്, അലം തറ ഇലല്ലദീന നുഹു അനിൻ നജ്വാ, രഹസ്യമായ മീറ്റിങ്ങുകളും രഹസ്യ സംഭാഷണങ്ങളും അള്ളാഹു നിരോധിക്കപ്പെട്ടവരിലേക്ക് നീ നോക്കിയിട്ടില്ലേ? ഇടക്കിടക്ക് മുനാഫിഖീങ്ങൾ, കപടവിശ്വാസികൾ, തൗഹീദ് ഉറക്കാത്ത ആളുകൾ എന്തു ചെയ്യും? ഇടക്കിടക്ക് രഹസ്യ മീറ്റിംഗ് വിളിക്കും. സുമ്മ യഊദൂന ലിമാ നുഹു അൻഹു, നിരോധിക്കപ്പെട്ടിട്ടും പിന്നെയും അത് ആവർത്തിക്കുന്നത് നീ കണ്ടില്ലേ? വയതനാജൗന ബിൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതക്കും പാപത്തിനും വേണ്ടിയാണ് അവർ രഹസ്യ സംഭാഷണം നടത്തുന്നത്. രഹസ്യ സംഭാഷണം നടത്തുന്നത് ശത്രുത ഉണ്ടാക്കാനും വർഗീയത ഉണ്ടാക്കാനും വിധ്വംസ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും. എന്നിട്ട് പറയാണ് ഇന്നമൻ നജ്വാ മിനശ് ശൈത്വാൻ, രഹസ്യമായ ഒത്തുകൂടൽ പൈശാചികമായ പ്രവർത്തനമാണ്. ലിയഹ്സുനല്ലദീന ആമനു, വിശ്വസിച്ചവരെ ദുഃഖിപ്പിക്കാൻ വേണ്ടി, തൗഹീദ് ഉള്ളോലെ ദുഃഖിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യന്മാർ രഹസ്യമായി കൂടുന്നത്. തൗഹീദ് ഉള്ളവർക്ക് എന്തില്ല? അകഞ്ചട്ടിയും പുറഞ്ചട്ടിയില്ല. തൗഹീദ് ഇല്ലാത്തവർക്ക് എപ്പോഴും എന്തുണ്ടാവും? തൗഹീദ് പറഞ്ഞ ആളുകൾക്ക് എന്താണെന്ന് മനസ്സിലായില്ല. അതാ കാരണം. അതുണ്ടായാൽ എല്ലാ ഭാഗവും ക്ലിയറിങ് വരും, ഒരു ഭാഗത്തും അപകടം ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താ? ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങളും വാക്കുകളും ഒക്കെ പറയുന്നു, പക്ഷേ തൗഹീദ് അവൻ്റെ മനസ്സിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ, ലാ യുജാവിസു ഈമാനുഹും ഹനാജിറഹും, അവരുടെ കൽബിലേക്കുള്ള തൗഹീദ് കടന്നിട്ടില്ലെങ്കിൽ, യംറഖൂന മിനദ്ദീനി കമാ യംറഖു സഹ്മു മിനർ റമിയ, അമ്പ് വില്ലിൽ നിന്ന് പുറത്ത് ചാടുന്നത് പോലെ യുവാക്കൾ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് ചാടിപ്പോവും. ഉപമ എങ്ങനെയുണ്ട്? അമ്പ് വില്ലിൽ നിന്ന് പുറത്ത് ചാടിപ്പോകുന്നത് പോലെ ഇസ്ലാമിൽ നിന്ന് യുവാക്കൾ പുറത്തേക്ക് പോകും. തൗഹീദിൻ്റെ വ്യതിചലനത്തിൻ്റെ പ്രത്യേകത. അപ്പം യുവാക്കളുടെ ബാധ്യത
അസ്ഹാബുൽ കഹ്ഫിൻ്റെ യുവാക്കൾ എങ്ങനെയാണോ തൗഹീദിന് വേണ്ടി അധ്വാനിച്ചത് അതുപോലെ അധ്വാനിക്കണം. തൗഹീദിന് വേണ്ടി പണിയെടുക്കുന്നതിന് പകരം എല്ലാ തിന്മകളും മനുഷ്യനെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ശാശ്വത നരകത്തിൻ്റെ ഉടമസ്ഥനാക്കുന്ന ഒരാളുണ്ട്. അതാരാ? ജിന്നും ചെയ്ത്താനൊക്കെയാണ് അല്ലേ? കാഫർ ജിന്നൊക്കെ നമ്മളെ ആ നിലക്കാ ചെയ്യുക, നമ്മളെ കൂടെ ഉണ്ടാവും. എന്നാൽ ഇത്തരം ആളുകളുടെ സഹായത്തോടുകൂടി തൗഹീദിൽ നിന്ന് പുറത്തേക്ക് അമ്പിൽ നിന്ന് വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോയതുപോലെ പോയ ആളുകൾ നാളെ പരലോകത്തെത്തുമ്പോൾ ഉള്ള അവസ്ഥ ഖുർആൻ സൂറത്ത് ഹാമീം സജദ കേട്ടുപരിചയം ഉണ്ടാവുമല്ലോ സുബൈക്ക് അല്ലേ? കേട്ടുപരിചയമുള്ള സൂറയാണല്ലോ. അള്ളാഹു പറയുന്നു, വഖാലല്ലദീന കഫറൂ, തൗഹീദ് അംഗീകരിക്കാത്ത ആളുകൾ പറയുന്നു പരലോകത്തിനെ, റബ്ബന അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്, തൗഹീദിൽ നിന്ന് ഞങ്ങളെ വ്യതിചലിപ്പിച്ച ജിന്നുകളെയും ഇൻസിനെയും പടച്ചവനെ നീ ഒന്ന് കാണിച്ചു തരണം. ഏത് ഇൻസാണ്, ഏത് മനുഷ്യൻ കാരണത്താലാണ് ഞാൻ തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയത്? അവരെ പടച്ചവനെ നീ ഒന്ന് കാണിച്ചു തരണം. പരലോകത്തിനെ പറയും. എന്തിനാ കാണിച്ചു തരുന്നത്? എന്തിനാ? ഇവിടുന്ന് രഹസ്യ മീറ്റിംഗ് കൂടി ആയി മീറ്റിംഗ് അവിടെ കൂടാനാ? അല്ല, നജഅലുഹുമാ തഹ്ത അഖ്ദാമിനാ, ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് കിട്ടിയ ശിക്ഷയിൽ നിന്ന് ലഘൂകരണം കിട്ടാൻ വേണ്ടി കാലിൻ്റെ അടിയിൽ ചവിട്ടി നിൽക്കാനാണ്. തൗഹീദിൽ നിന്ന് വ്യതിചലിക്കുന്നതിന് പല കാരണങ്ങളാണ്. കുറേ സൗഹൃദ ബന്ധം, കുറേ കുടുംബങ്ങൾ, കുറേ ആളുകൾ. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. നിങ്ങളെ കുടുംബത്തിൽ ആരുണ്ട്, അതെവിടെയാണ്, അതൊന്നും നിങ്ങൾ നോക്കട്ടെ. ഖുർആനിൽ പ്രമാണബദ്ധമായി എന്ത് പറഞ്ഞോ അത് ചെയ്യാം കേട്ടോ. അപ്പം യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഒരു ഇസ്ലാമാണെങ്കിൽ ഇസ്ലാമിന് ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ജീവിക്കണം. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പരമ ജീവവായു തൗഹീദാണ്. ആ തൗഹീദിന് വേണ്ടി പണിയെടുക്കണം കേട്ടോ. അങ്ങനെ വന്നാൽ എന്തിനാത് ലിയകൂന മിനൽ അസ്ഫലീൻ, കാലിൻ്റെ അടിയിൽ ചവിട്ടി നിൽക്കാനാ പടച്ചോനെ. ഞങ്ങളെ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിച്ച ജിന്നിനെയും ഇൻസിനെയൊക്കെ ഒന്ന് കാണിച്ചുകൊണ്ട് പടച്ചോനെ കേട്ടോ. ഇത് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു യുവാക്കളോട് റസൂലുള്ളാഹ്, ഇഖ്തനിം ഖബ്ല ഖംസ്, ജീവിതത്തിൽ 5 കാര്യം നിങ്ങൾക്ക് എത്തും മുമ്പ് നിങ്ങൾ ഇസ്ലാമിനെ പരിഗണിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ശബാബക്ക ഖബ്ല ഹറമിക്ക, നിൻ്റെ യൗവനത്തിൽ നീ ഇസ്ലാമിനെ പുണർന്നോ. ഖബ്ല ഹറമിക്ക, നിനക്ക് വാർദ്ധക്യം എത്തുന്നതിൻ്റെ മുമ്പ്. വാർദ്ധക്യം എത്തിയാൽ നമുക്ക് നന്നാൻ കഴിയില്ല. വാർദ്ധക്യം എത്തിയവർക്കൊക്കെ നന്നാവണമെന്നുണ്ട്. അത് ശ്രദ്ധിച്ചു നിങ്ങൾ. ഇപ്പം നിസ്കാരത്തിലാണെങ്കിലും സുജൂദിലാണെങ്കിലും അത്തഹിയ്യാത്തിലാണെങ്കിലും ഈത്തിദാലിലാണെങ്കിലും ഒക്കെ നല്ലോണം കുറച്ച് സമയം അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പ്രായമുള്ളവനക്കുണ്ട് ഇല്ലേ? പക്ഷെ അത്ര സമയം കെടുക്കാൻ കഴിയില്ല സുജൂദിൽ. അപ്പോഴേക്കും അവിടെ വേന അവിടെ വേന, അപ്പോൾ ഇരുന്നാൽ നിസ്കരിക്കുന്നത് അല്ലേ? ചാടി നിസ്കരിക്കാൻ കഴിയുന്ന സമയത്തോ അള്ളാഹിൻ്റെ അടുത്തേക്ക് ഇല്ലാനും. വയസ്സായപ്പോഴോ പൂതിയുണ്ട്, ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനല്ലേ? അപ്പം വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് തൗഹീദാണ്. ഇത് തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുവാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും കൂടി ഒരു യാത്ര പുറപ്പെട്ടു. അദ്ദേഹം തന്നെ പറയട്ടെ, കുൻതു ഖൽഫൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ, ഞാനൊരു ദിവസം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ ഇങ്ങനെ യാത്ര പോവുകയാണ്. ഫഖാല, അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ഗുലാം, പൊന്നാര മോനെ, ഉഅല്ലിമുക കലിമാത്തിൻ, ചില വാക്കുകൾ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി ഒരു യാത്ര പോകുമ്പോൾ പറയാണ്, കുറച്ച് വാക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. എന്താണത്? ഒന്ന്, ഇഹ്ഫളില്ലാഹ്, നീ അള്ളാഹനെ സൂക്ഷിച്ച് ജീവിക്കണം. തജിദുഹു തുജാഹക, നിനക്കേത് പ്രയാസവേളയിലും നിനക്ക് നിൻ്റെ റബ്ബിനെ കാണാൻ കഴിയും. ഏത് മരുഭൂമിയിലായാലും ഏത് വെള്ളത്തിൻ്റെ അടിയിലായാലും എനിക്ക് എൻ്റെ റബ്ബിനെ കാണാം. എങ്ങനെ വേണം? നീ അള്ളാഹനെ യൗവനത്തിൽ സൂക്ഷിക്കണം. യൗവന കാലത്ത് നീ അള്ളാഹനെ സൂക്ഷിച്ചാൽ നിനക്ക് നിൻ്റെ കണ്ണിൽ റബ്ബിനെ കാണും. നീ എപ്പോ? തജിദുഹു തുജാഹക, നിൻ്റെ പ്രയാസവേളയിൽ. എന്നിട്ട് പറയാൻ കുറച്ച് പദങ്ങൾ പറഞ്ഞു തരാന്നാളോ. ഒന്നാമത്തെ പദം. രണ്ടാമത്തെ പദം, വൈദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ. ഇപ്പം ചിലർ പറയുന്നത് ചോദിക്കണേയും തെറ്റില്ല. വൈദാ സഅൽത, നീ ചോദിക്കുകയാണെങ്കിൽ ഫസ്അലില്ലാഹ്, അള്ളാഹിനോടെ ചോദിക്കുക. മഹാനായ ഇബ്നു അബ്ബാസിന് യുവാവിന് പഠിപ്പിക്കുക. എന്തിനാ യുവാവിനെങ്ങനെ പഠിപ്പിക്കുന്നത്? യുവാക്കൾ ഒരിക്കലും പരിധിക്കുള്ളിൽ നിൽക്കൂല. ഒരിക്കലും നിൽക്കൂല. ആരോടെങ്കിലും ഒന്ന് എതിർക്കണം, എന്നാലേ ഓൻ്റെ യൗവനത്തിനൊരു എന്ത് വരുള്ളൂ, ശോഭ ഉണ്ടാവും. ഓൻ ധരിക്കുന്നത്. ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ പോയി പണി വയ്ക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും, ഉമ്മ പറഞ്ഞ കാര്യമൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ആദ്യം ഇത് പറയുവേ, എന്ത് ഉണ്ടാടെ തന്നോളിന്ന് വെറുതെ ഗണേ ഗുണേന്നാണ്.
അപ്പോൾ ഈ യുവാക്കളായി വരുന്ന ആൾക്കാരൊക്കെ അങ്ങനെ തന്നെ പറയാം. പക്ഷേ പിന്നെ എന്താങ്ങൾ എന്നാ പറയും, വാങ്ങി തരാം, അങ്ങനെ. അല്ലാണ്ട് നേർക്ക് നേരെ അനുസരിച്ച് പോയാൽ അവൻ്റെ ആ യൗവനം അള്ളാഹ്ക്ക് കൊടുത്ത മാതിരിയായി പോകും എന്നുള്ളൊരു ധാരണയിൽ അത് ചെയ്യാറില്ല. അതുകൊണ്ടാണ് റസൂലുള്ള പഠിപ്പിക്കുകയാണ്, ഇതാ സഅൽത ഫസ്അലില്ല, ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണം. വൈദസ്താൻത ഫസ്തഇൻ ബില്ലാ, സഹായം ചോദിക്കുകയാണെങ്കിലോ അതും അള്ളാഹിനോടേ പാടുള്ളൂ. ഇങ്ങനെ തൗഹീദ് ഉള്ളവരെ യുവാക്കൾ സ്നേഹിച്ചോളണം. ഖുർആൻ പറഞ്ഞോ, തൗഹീദ് ഇല്ലാത്തവരെ വെറുക്കുകയും തൗഹീദ് ഉള്ളവരെ സ്നേഹിക്കുകയും ചെയ്യേണ്ട ബാധ്യത ആർക്കുണ്ട്? യുവാക്കൾക്കുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇതാ കേട്ടോ, മുഹമ്മദുൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ ദൂതനാണ്. വല്ലദീന ആമനൂ മഅഹു, അദ്ദേഹത്തിൻ്റെ കൂടെ വിശ്വസിച്ചവരായ തൗഹീദുള്ള യുവാക്കൾ അഷിദ്ദാഉ അലൽ കുഫാർ, തൗഹീദിൻ്റെ ശത്രുക്കളോട് വെറുപ്പുള്ളവരും വറുഹമാഉ ബൈനഹും, തൗഹീദുള്ളവരോട് സ്നേഹമുള്ളവരുമായിരുന്നു. തൗഹീദ് ഇല്ലാത്തവരോട് നമുക്ക് വെറുപ്പ് വരും, തൗഹീദുള്ളവരോട് സ്നേഹം വരും. ഇത് മുഹമ്മദ് നബിയുടെ അനുചരന്മാരായ യുവാക്കളുടെ സ്വഭാവം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതാണ്. ഇപ്പം യുവാക്കളുടെ ബാധ്യത എന്താണെന്ന് ഇപ്പോൾ ചെറിയ വാക്കുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ജീവിതത്തിൻ്റെ വസന്തകാലം അള്ളാഹിന് നൽകാതിരുന്ന ബുദ്ധിമുട്ടായി പോകും കേട്ടോ. അപ്പോൾ ഇത് യുവാക്കളുടെ ഒരു പ്രത്യേകതയാണ്. ആരെയും എതിർക്കുക എന്നത് അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള പല യുവാക്കൾക്കും ഇത്തരം ചില മോശവശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരപ്പം തന്നെ തൗബ ചെയ്യും. അവർ തെറ്റൊക്കെ യുവാക്കളല്ലേ, യൗവനത്തിൻ്റെ തീച്ചൂളയിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ മീശയൊക്കെ കൊണ്ട് മുളച്ച് ഒരു അത്യാവശ്യ തിരക്കുകളില്ലാന്ന് തോന്നുമ്പോൾ ഇവനും ആണായാലും പെണ്ണായാലും ഉണ്ടാവും, ഉറപ്പാണ്. ഒരു ലേശൊരു മൂട്ടില്ലാത്ത ഇത് മറ്റേ ഇയാൾ പറഞ്ഞ ബുർദക്കാരൻ പറഞ്ഞില്ലേ, മല്ലീബി റദ്ദി ജിമാ ഹിമ്മിൻ വഗായതിഹാ കമായു റദ്ദു ജിമാഹുൽ ഖൈലി ബില്ലുജുമീ. ബുർദക്കാരൻ പാടിയതാ. അത് എൻ്റെ മോട്ട് തറുക്കാൻ ആരുണ്ട്? നബിയെയും ഇസ്ലാമിനെയും ഞാൻ തകർത്തെറിയുമ്പോൾ അത് അരുതെന്ന് പറയാൻ നബിയെ എനിക്കാരുണ്ട് എന്ന് അദ്ദേഹം നബിയുടെ മുമ്പിൽ വന്ന് 70 ഒട്ടകത്തെ കൊടുക്കാമെന്ന് പറഞ്ഞ് തല ഓഫർ ചെയ്ത ആളായി പാടുന്നത്. എൻ്റെ തിന്മകൾ തടുക്കാൻ എനിക്കാരുണ്ട് നബിയെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രവാചകൻ്റെ അടുത്തേക്ക് വരികയാണ്. അതാണ് ബുർദക്കാരൻ ആ വരികളിൽ കൊള്ളിച്ചത്. മല്ലി എനിക്കാരുണ്ട്, ബി റദ്ദി ജിമാഹിൻ, എൻ്റെ മോട്ട് തടുക്കാൻ. ഉണ്ടോ, യൗവനത്തിലൊരു മോട്ട് ഉറപ്പാ അല്ലേ? നിങ്ങൾക്കൊക്കെ ഇല്ലയോ? എല്ലാവർക്കും ഉണ്ടേനി. പിന്നെ ഇല്ലാണ്ടെന്നോലുണ്ട്, അതാരാഴ്ച മൊയ്ലിയന്മാർ നിവൃത്തിയില്ലായിട്ടാണ്. മൊയ്ലിയന്മാരെന്താക്കാനാ പള്ളി എർസിൽ ഒക്കെ പഠിക്കുകയാണ്, എന്നാലും ഉണ്ടാവും മൊയ്ലിയന്മാർക്ക്. മുമ്പ് ഒരു മൊയ്ലിയരെ പറ്റി പറഞ്ഞു, ഒരു 10-20 വർഷം മുമ്പ് ഒരു മൊയ്ലിയർ ഖുത്ബക്ക് വന്നു. ഖുത്ബ കഴിഞ്ഞ് ജുമാക്ക് എന്തോ പൈസ ടീയെ കൊടുത്തപ്പോൾ അത് ഏറ്റ് പുഷ്പൻ്റെ അവിടെ വരിക്കുണ്ട്, സിനിമൻ്റെ അവിടെ. അപ്പോൾ അവിടുന്ന് ജുമാ ഞാൻ ചോദിച്ചാൽ, അല്ല നിങ്ങളെന്താ ഇവിടെ? ഞാനൊരാളെ തിരഞ്ഞു നോക്കുകയാണ് സിനിമൻ്റെ വരിയിലേ. എന്ന് പറഞ്ഞാൽ ഏത് മൊയ്ലിയരായാലും ഏതോനായാലും ഉള്ളിലൊരു ചെറിയ കുട്ടിച്ചാത്തനകത്തുണ്ട് അല്ലേ? പിന്നെ നമ്മളെന്താ കാട്ടുന്നത്? ഓനെ തലോടി ഉറക്കുകയാണ്. എനിക്ക് ഉറങ്ങിക്കോ, വെറുതെ എൻ്റെ ഇലടക്കല്ല, എനിക്ക് ഒരുപാട് പണിയുണ്ട് ചങ്ങായി, മരിക്കണം, അള്ളാനോട് ഉത്തരം പറഞ്ഞാൽ ഇന്നെ വിട്ടാൾ, അങ്ങനെ അല്ലേ? ഉള്ളിൽ നമ്മളൊക്കെ ഉള്ളിലൊരു ചെയ്താലില്ലേ ഉറങ്ങിക്കിടക്കുന്നത് ഉണ്ട്. ഇടക്കിടക്ക് മുമ്പ് തല ഒന്നിക്കുമ്പോൾ നമ്മൾ അടിച്ചിരുത്തുകയാണ്, ഇരിക്കി പണി എമ്പാടുണ്ട്, ഇരിക്കി അങ്ങനെ ഇരുത്തുകയാണ്. അല്ലാണ്ട് ഉള്ളിൽ സാധനം ഉണ്ട് നമ്മളെ അല്ലേ? ഒരു കുട്ടിച്ചാത്തനകത്തില്ലേ, ഒരു മൃഗം ഉണ്ട്. അപ്പോൾ ഏതായിരുന്നാലും മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യസ്നേഹിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു, ഏറ്റവും വലിയ നീതിമാനുമായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കൽ തൻ്റെ കൂട്ടുകാരനായ യൗവനത്തിലുള്ള ഒരു ആൾ, ആരും മോശക്കാരല്ല കേട്ടോ, തൽഹ റളിയല്ലാഹു അൻഹുവിന് സംശയം. എന്താ സംശയം എന്നറിയോ? അത് ആ സംഭവം തൽഹ തന്നെ വിശദീകരിക്കുകയാണ്. മദീനയിൽ ഒരു രാത്രിയിൽ ഇദ്ദേഹം തൽഹക്ക് ഒരുപാട് തെരുവുകൾ താണ്ടിയാലേ പൊരലെത്തുള്ളൂ. മദീനയിൽ ഒരുപാട് തെരുവുകൾ നടന്ന് നീങ്ങിയാലേ തൽഹയുടെ വീട്ടിലേക്ക് എത്താൻ കഴിയുള്ളൂ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് വളരെ കൂരിരുട്ട്. അപ്പോൾ ആ കൂരിരുട്ട് തന്നെ അങ്ങകലെ ഒരു മനുഷ്യൻ എന്ന നിലക്ക് തോന്നുന്നുണ്ട്, ഒരാളെ അങ്ങനെ നടന്നു വരുന്നു. അപ്പോൾ തൽഹ വളരെയധികം ശക്തമായി വീക്ഷിച്ചു അതാരാണെന്നറിയാൻ. രാത്രിയാണല്ലോ. അപ്പോൾ നോക്കുമ്പം ഉമർ റളിയല്ലാഹു അൻഹു ആണെന്ന് അറിഞ്ഞപ്പം അപ്പോൾ ഈ പാതിരാവിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിലേക്ക് കയറി ഉടനെ തൽഹക്ക് ഒരു ചെറിയ, അതെന്താ ഈ രാത്രിപ്പാരാക്ക് അമീറുൽ മുഅ്മിനീൻ എന്താ പണി?
സ്വാഭാവികം തോന്നും അല്ലേ? തൽഹ റളിയല്ലാഹു അൻഹു പറയാണ്, അദ്ദേഹം തന്നെ പറയുന്നു, ഫറആഹു തൽഹ ഫദഖല ഉമർ ബൈതൻ. തൽഹ ഉമർ റളിയല്ലാഹുവിനെ കണ്ടു. ഉമർ റളിയല്ലാഹു ഒരു വീട്ടിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം തൽഹയുടെ ജിജ്ഞാസ വർദ്ധിച്ചു. അനങ്ങാതെ ശ്വാസമടക്കി പിടിച്ചു നിന്നു എങ്ങോട്ടാ പോകുന്ന അറിയാൻ. സുമ്മ ദഖല ബൈത്തൻ ആഖർ. അദ്ദേഹം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വേറെ വീട്ടിൽ കയറിച്ചു. അപ്പം തൽഹ ഖലീഫ ഉമർ റളിയല്ലാഹുവിനെ പിന്തുടർന്നു. എങ്ങോട്ടാ പോകുന്ന അറിയണല്ലോ. ഉണ്ടങ്ങൾ ഒരു നിഴൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിശ്ചദിക്കുക. അപ്പം അദ്ദേഹം അങ്ങനെ പല വീടുകളിലും ഇങ്ങനെ കയറി പോകുമ്പം രാത്രി കൂടുതൽ ഇട്ടായപ്പം തൽഹ സ്വന്തം വീട്ടിലേക്ക് തന്നെ പോയി. ഇനി എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഫലമ്മ അസ്ബഹ തൽഹ, നേരം വെളുത്തപ്പോൾ ദഹബ ഇലാ ദാലിക്കൽ ബൈത്ത്. ഉമർ റളിയല്ലാഹു ആദ്യം പോയ വീട്ടിലേക്ക് അദ്ദേഹം കയറി ചെന്നു. ഉമർ റളിയല്ലാഹു ആദ്യം ഒരു വീടുണ്ടല്ലോ, അവിടത്തേക്ക് കയറി ചെന്നു. അപ്പോഴാണ് ആ വീട് ചെന്നപ്പോൾ ഫൈദൻ ബി അജൂസിൻ മുഖീദ, അവിടെ ഉണ്ടൊരു വൃദ്ധയായ ഒരു സ്ത്രീ, കണ്ണ് കാണാത്തൊരു സ്ത്രീ ഇരിക്കുന്നു. ഫഖാല ലഹ, തൽഹ സ്ത്രീയോട് ചോദിച്ചു, മാ ബാലു ഹാദർ റജുലു യഅതി, ഇന്നലെ ഇവിടെ വന്ന ആ മനുഷ്യൻക്ക് ഇവിടെ എന്തേ കാര്യം? അപ്പോൾ അവർ പറഞ്ഞു, ആ വൃദ്ധ പറഞ്ഞു, കാലത്ത് യാ ബുനയ്യ അന്നഹു യതആഹുദനി മുൻദു കദാ വകദാ, ഇദ്ദേഹം ഇവിടെ വരാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി എന്നെ സഹായിക്കുന്നു. എങ്ങനെ? യഅ്തിയനി ബിമാ യുസ്ലിഹുനി, ഇവിടെ വരികയും എന്നെ കുളിപ്പിച്ച് വയുഖ്രിജു അന്നിൽ അതാ, ഞാൻ കാട്ടിച്ച് മൂത്രിച്ച് കിടക്കുന്നത് മുഴുവനും വൃത്തിയാക്കിയിട്ട് അദ്ദേഹം പോകും. അങ്ങനെ പരമരഹസ്യമായി, സാധാരണഗതിയിൽ നമ്മളൊക്കെ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു സംഭവം ഒരാളിൽ നിന്ന് കാണുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേക്കും അതിനെ നമ്മൾ ഒരുപാട് വിശ്വാസ സമൂഹത്തിന് ഒരുപാട് പ്രയാസം നൽകുക ചെയ്യുക ഇത്തരം കാര്യങ്ങളിൽ, അല്ലേ? പക്ഷേ തൽഹ വിവരം പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് മാപ്പ് പറഞ്ഞു. ഞാൻ നിങ്ങളെപ്പറ്റി ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വന്നു, മാപ്പാക്കണം, എനിക്ക് മാപ്പ് തരണം. അതും യൗവനങ്ങൾ തന്നെയാണ്. ഇവിടെ എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മളൊക്കെ ആ തെറ്റിൽ ഉറച്ചു നിൽക്കുകയും അതിന് ന്യായീകരണം കാണുക ചെയ്യുക. മനസ്സിലാ? ഇന്നത്തെ യൗവനം അതാണ്. പക്ഷെ അന്നത്തെ യൗവനം നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വന്നു എന്ന് സ്വയം തോന്നുക. അങ്ങനെ തോന്നുമ്പോൾ തന്നെ ആ തെറ്റ് തിരുത്തി അവരുടെ കൂടെ നിന്ന്, എന്ന് മാത്രമല്ല തൽഹത്തുൻ ഫിൽ ജന്ന എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതും അറിയാലോ, തൽഹ സ്വർഗത്തിലാണ് കേട്ടോ. അത്രയും വളരെ വളരെ മനോഹരമായ യൗവനങ്ങളായിരുന്നു. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നല്ലൊരു പണക്കാരനായ യുവാവായിരുന്നു. ഉഗ്രൻ സമ്പന്നനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മണിമാളികയുള്ള വ്യക്തിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൗഹീദിലേക്ക് വിളിച്ചു. ഉസ്മാൻ റളിയല്ലാഹുവിനെ തൗഹീദിലേക്ക് വിളിച്ചത് അബൂബക്കർ സിദ്ദീഖാണ്. അറിയണം നിങ്ങൾ, ആ കുടുംബത്തിൽ ഇസ്ലാം മതം ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. അബൂബക്കർ സിദ്ദീഖിൻ്റെ തൗഹീദിലേക്കുള്ള വിളി സ്വീകരിച്ചു. തൽഫലമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബത്തിൽ പലരും ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ശക്തമായ ശത്രുക്കളായി. തൗഹീദ് അങ്ങോട്ട് ഉൾക്കൊണ്ടാൽ അങ്ങനെ ഒരു താരാറുണ്ട്. എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരുപാട് ശത്രുക്കൾ ഉണ്ടാക്കും. ഒരുപാട് ആൾ എന്തിനധികം പറഞ്ഞു, പിതൃവ്യൻ ഹക്കം അടക്കം. ഹക്കം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലിൽ ചങ്ങല വെച്ച് ബന്ധിച്ചു. അതിന് ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞ മറുപടി എന്താ അറിയോ? കാലിൽ ബന്ധിച്ച ചങ്ങല തുരുമ്പെടുത്താലും ഞാൻ ഉൾക്കൊണ്ട തൗഹീദിൽ നിന്ന് ഇനി ജാഹിലിയത്തിലേക്ക് തിരിച്ചു പോക്കില്ല. നമ്മളോ അങ്ങനെ തൗഹീദാകുന്ന വെള്ളിത്തിരയിൽ നീന്തിത്തുടിക്കുന്നതിനിടയിൽ ഇനിയും ജാഹിലിയത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നു നമ്മുടെ യുവാക്കൾ കേട്ടോ. എൻ്റെ കാലിൽ നിങ്ങൾക്ക് ചങ്ങലയിട്ട് ബന്ധിക്കാം, ഞാൻ ഉൾക്കൊണ്ട തൗഹീദ് ബന്ധിക്കാൻ ചങ്ങലകൾ മതിയാവില്ല കേട്ടോ. എന്നിട്ട് നിങ്ങൾ അറിയേണ്ടതൊരു കാര്യം എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ അദ്ദേഹം മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ പോയപ്പം അവിടെ ഒരു തുള്ളി വെള്ളമില്ല, ഒരു തുള്ളി വെള്ളമില്ല മദീനത്ത്. ജൂതൻക്കൊരു കിണറുണ്ട്, ഒരു ജൂതന്. അദ്ദേഹം ബീറു റൂമ, ആ കിണറിലെ വെള്ളം മുസ്ലിങ്ങൾക്ക് വിറ്റ് ജൂതൻ ജീവിക്കുകയാണ്. ആ സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ എത്തുന്നത്. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു 20,000 ദിർഹം കൊടുത്തിട്ട്, അന്നത്തെ 20,000 ദിർഹം കൊടുത്തിട്ട് ജൂതൻ്റെ അടുത്ത് നിന്ന് കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് കൊടുത്തു. നിങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളുടെ വ്യക്തിപരമായ പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാണേണ്ടത് കേട്ടോ. അപ്പോൾ മുസ്ലിം സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വലിയ പണ്ഡിതനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളി വികസനത്തിന് വന്നപ്പം അദ്ദേഹം കൊടുത്തത്ര 25,000 ദിർഹം പള്ളിക്ക് വേണ്ടി കൊടുത്തത്. മദീനത്തെ പള്ളി ഇപ്പോൾ ഇവിടുന്ന് അജ്നോണലൊക്കെ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ. മക്കം ഫത്തിന് ശേഷം മസ്ജിദുൽ ഹറം വിപുലീകരിക്കാൻ അദ്ദേഹം കൊടുത്തത് 10,000 സ്വർണ്ണ നാണയം. ഞാൻ ഈ കണക്ക് അവതരിപ്പിക്കുന്നതിന് കാരണമുണ്ട്.
തൗഹീദ് ഉൾക്കൊണ്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സമ്പത്തിൻ്റെ സംസ്കരണം കണ്ടു. അവിടെ ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പൈസൻ്റെ പണം സമ്പത്ത് കുവിഞ്ഞു കൂടിയ കാലം. വലിയൊരു സമ്പത്ത്. ഇന്നും ഏറെക്കുറെ ആ അപകട അവസ്ഥയിൽ തന്നെയാണ് ഒരു പക്ഷം ആളുകൾ. പക്ഷേ ഇത് നാശത്തിന് കാരണമായി ഈ പണം. അദ്ദേഹത്തിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിക്ഷണത്തിൽ വളർന്ന ആളാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയാണ്. അബൂ സിദ്ദീഖും കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞു, മൂന്നാം ഖലീഫയായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലാവുമ്പോഴേക്കും റസൂലുള്ളാഹിൻ്റെ നേരിട്ടുള്ള ശിക്ഷണം കിട്ടിയ കുറേ ആളുകളങ്ങ് മരിച്ചു പിരിഞ്ഞു. പിന്നെ വന്ന യുവാക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം മുതൽ പോലെ പണം ദൂർത്തടിക്കുന്നു പ്രചരണം നടത്തി എന്ന് മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ അറിയുങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും അമ്മാർ റളിയല്ലാഹുവിൻ്റെയും പേരിൽ ഒരു കള്ളക്കത്ത് എല്ലാവർക്കും അയച്ചു. ഒരു കള്ളക്കത്ത്. എന്താ കത്തിലുള്ള അറിയോ? എല്ലാവരും ആയുധധാരികളായിക്കൊണ്ട് മദീനത്തേക്ക് പുറപ്പെടണം. ആരാ കത്ത് എഴുതിയെന്നാ പറഞ്ഞ്? അലി റളിയല്ലാഹു അൻഹുവും അമ്മാർ റളിയല്ലാഹു അൻഹു ഓരോ പേര് ഒരു കള്ളക്കത്തും. എന്തിനറിയോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കാനുള്ള കത്തയച്ചത് ഇവരാണ്. നിങ്ങൾ മുസ്ലിങ്ങളുടെ മുനാഫിക്കുകളായ യുവാക്കൾ ചെയ്ത പണി നോക്കണം നിങ്ങൾ. ഒരു കത്ത. ആ കാരണത്താൽ 80 വയസ്സ് കഴിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ 80 വയസ്സ് കഴിഞ്ഞ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടിൻ്റെ അകത്തിട്ടിട്ട് തുരുതുരാ വെട്ടിത്തീർത്തു. ഖുർആൻ ഓതിക്കൊണ്ടിരുന്ന കൈകളും വെട്ടിമുറിച്ചു. ഇതാണ് തീവ്രവാദ ആയി മാറും യുവാവ്. കാരണം അതിനൊരുപാട് ഹിഡൻ അജണ്ടകളുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഏറ്റവും നല്ല യുവാക്കൾ, ഏറ്റവും നല്ല അനുസരണമുള്ളവരും ഏറ്റവും കൂടുതൽ നെഞ്ചോട് ചേർത്ത് പിടിച്ചവരുമാണ് തൗഹീദിനെ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഒരു യുവാവിനെയും കൂടി നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരാളെ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാക്കാവുന്ന ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിൻ്റെ പേര് മിസ്ഹബ് ബിൻ ഉമൈർ എന്നായിരുന്നു. അദ്ദേഹത്തെ മക്കയിലെ റീഹു മക്ക, മക്കയിലെ സുഗന്ധം എന്നായിരുന്നു വിളിച്ചത്. മനസ്സിലായില്ല? മിസ്ഹബ് ബിൻ ഉമൈർ സമ്പന്നരിൽ സമ്പന്നനാണ്. അദ്ദേഹം ധരിക്കുന്ന ഉടയാടകൾ സ്വർണത്തിൻ്റെ വരകളുള്ളതാണ്. അദ്ദേഹം ഉപയോഗിക്കുന്ന വാസനദ്രവ്യം ഒരു 10-20 കിലോമീറ്റർ ദൂരത്തുകൂടെ മിസ്ഹബ് ബിൻ ഉമൈർ പോവുകയാണെങ്കിൽ ആ പോകുന്നത് മിസ്ഹബ് ബിൻ ഉമൈർ ആണെന്ന് അറിയാൻ മാത്രം സുഗന്ധമുള്ള വാസനദ്രവ്യം ഉപയോഗിച്ച് സുഖലോലുപനായി വത്സലനായി, മാതാപിതാക്കളുടെ വത്സലനായ യുവാവായി ജീവിച്ച വ്യക്തിയാണ്. നിങ്ങളറിയണം. അദ്ദേഹത്തെ നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹത്തിൻ്റെ മാതാവ് ഹുനാസ എന്നാണ് അവരുടെ മാതാവിൻ്റെ പേര്. അവർ അങ്ങേറ്റം താലോലിച്ച് വളർത്തിയ യുവാവാണ്. ഒരു പ്രയാസങ്ങളും അനുഭവിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കെ മിസ്ഹബ് ബിൻ ഉമൈർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ദാറുൽ അർഖമിൽ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് വെറുതെ കേൾക്കാൻ പോയതാണ്. വെറുതെ കേൾക്കാൻ പോയത് ഇദ്ദേഹത്തിന് അതിൽ ആകൃഷ്ടത വന്നു. അങ്ങനെ അദ്ദേഹം ആരാരും അറിയാതെ ഖുർആൻ അങ്ങനെ കേൾക്കാൻ പോലും തുടങ്ങി. അപ്പോൾ ഹുനാസ മാതാവ് ഈ വിവരം പറഞ്ഞു. അതെന്തായാലും അറിയല്ലോ, അങ്ങനെ എല്ലാ കാലവും രഹസ്യമായി നിൽക്കാൻ കഴിയില്ല. കാരണം ഈ ഖുറൈശികളായ ആളുകൾ മിസ്ഹബ് ബിൻ ഉമൈർ എവിടെ പോകുന്നു, ആരെവിടെ പോകുന്നു ഒക്കെ അങ്ങനെ പരിശോധിച്ചുകൊണ്ട് നിൽക്കും. അപ്പം നിങ്ങൾ ഇങ്ങോട്ട് കയറുമ്പോൾ ആരെങ്കിലും പുറത്തുണ്ടെങ്കിൽ പോകുന്നുണ്ട് ഉണ്ടാ എന്തിനോ പോവുകയാണ് എന്ന് പറയും. അങ്ങനെ എന്തിനായാലും അങ്ങനെ ഒരു സമൂഹം ഉണ്ടാവും എപ്പോഴും. ആ ഒരു സമൂഹം അപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഹുനാസയ്ക്ക് വിവരം കിട്ടി, മിസ്ഹബ് ബിൻ ഉമൈർ ദാറുൽ അർഖമിൽ ക്ലാസ്സിന് പോകുന്നുണ്ട്. ദാറുൽ അർഖമിൽ ക്ലാസ്സിന് പോയി. അദ്ദേഹം അതിലേക്ക് ആകൃഷ്ടനായി മുസ്ലിമായി, രഹസ്യമായി കുറച്ചു കാലം മുസ്ലിമായി ജീവിച്ചു. അങ്ങനെ ഹുനാസക്ക് വിവരം കിട്ടി മകൻ തൗഹീദിലേക്ക് പോയിട്ടുണ്ട്. തൗഹീദിലേക്ക് പോയപ്പോൾ ഉണ്ടായ അവസ്ഥ എന്താ വെച്ചാൽ, അതുവരെ ഉണ്ടായിരുന്ന ജാട ജീവിത വ്യവഹാര വ്യവസ്ഥിതികളെല്ലാം തൻ്റെ ജീവിതത്തിന് വഴിമാറി. വസ്ത്രമൊക്കെ ലാളിത്യത്തിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം, നമ്മൾ അറിയേണ്ടത്, അദ്ദേഹത്തിന് പിന്നെ ഏറ്റവും വലിയ ഒരു വിഷമുണ്ടായ ഘട്ടം അതുമാത്രം ഞാൻ പറയട്ടെ. അദ്ദേഹം മുസ്ലിമായതിനു ശേഷം ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൻ്റെ ഏറ്റവും പച്ചയായ യാഥാർത്ഥ്യങ്ങളിലേക്ക് തിരിച്ചു വന്നു. അവസാനം വഹദ് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ
വഹദ് യുദ്ധം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ വളഞ്ഞു പിടിച്ച് വെട്ടാൻ ശ്രമിക്കുന്നു. ഈ രംഗം നമ്മൾ ഈ പറഞ്ഞ യുവാവ് മിസ്ഹബ് ബിൻ ഉമൈർ കാണുക. മിസ്ഹബ് ബിൻ ഉമൈർ റസൂലുള്ളാഹിൻ്റെ നേരെ വരുന്ന വെട്ടിൻ്റെ നേരെ മുഴുവനും ചാടുകയാണ് വാളും വെച്ച്. അതെന്തിനറിയോ? ശ്രദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മിസ്ഹബ് ബിൻ ഉമൈറിലേക്ക് വരാൻ. മനസ്സിലായി? എന്നാൽ റസൂലുള്ളാഹിക്ക് വെട്ടേൽക്കില്ലല്ലോ. അന്നത്തെ ഒരു യുവാവിൻ്റെ ബാധ്യത തീർക്കുന്നത് നോക്കണം നിങ്ങൾ, ഒരു നേതൃത്വത്തോട് കാണിക്കുന്ന കേട്ടോ. വെട്ട് റസൂലുള്ളാഹിക്ക് വരാതിരിക്കാൻ അതിശക്തമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലടക്കാണ് ഇബ്നു ഖുമൈഅ എന്ന് പറയുന്ന ആള് മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ വലത് കൈ വെട്ടിമാറ്റി കേട്ടോ. ആ വെട്ടിന് ശേഷം മിസ്ഹബ് ബിൻ ഉമൈറിനെ അദ്ദേഹം പിന്നീട് കിടന്ന കിടപ്പിൽ കെടുത്തി വെട്ടി തീർത്തു. ഒരു കഷ്ണം പോലും ചിതറാത്ത വിധം അത്ര വെട്ടുകൾ കൊടുത്തു. വെട്ടി 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 മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ അവർക്ക് പൂതി തീരുന്നത് വെട്ടി. വഹദ് നിങ്ങൾക്കറിയാം, മുസ്ലിങ്ങൾക്ക് നേതൃത്വത്തോടുള്ള ധിക്കാരം കാണിച്ചതിൻ്റെ പേരിൽ അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത യുദ്ധമാണ്. പരാജയവും അതൊക്കെ പറയാൻ സങ്കടമുണ്ട്, ഞാൻ അതിലേക്കും കിടക്കുന്നില്ല. നേതൃത്വത്തോടുള്ള ധിക്കാരം കാണിച്ച കാരണത്താൽ വഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയമായിരുന്നു. ആ യുദ്ധത്തിലാണ് മിസ്ഹബ് ബിൻ ഉമൈർ യാത്രയാവുന്നത്. ഈ മിസ്ഹബ് ബിൻ ഉമൈറിനെ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പം കൈവെട്ടി ആദ്യം മാറ്റി. പിന്നത്തെ വെട്ടുകളൊക്കെ വെട്ടുമ്പോൾ അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ദിഗന്ധങ്ങൾ ഭേദിക്കുമാർ ഉച്ചത്തിൽ ഓരോ മണൽത്തരികളും തരിച്ചു പോയിട്ടുണ്ട്. ഏറ്റവും സുഖകരമായ ജീവിതം നയിച്ച വത്സലനായ ഒരു മാതാപിതാക്കളുടെ മകൻ യുവാവായി ഇസ്ലാമിലേക്ക് വന്ന് ഷഹീദായി. നിങ്ങൾ ഇനി അറിയേണ്ടത്, യുദ്ധാനന്തരം വഹദ് യുദ്ധം കഴിഞ്ഞപ്പോൾ ഒരുപാട് ശുഹദാക്കളുടെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ മുഖം കമഴ്ന്ന് മരുഭൂമിയിൽ കിടക്കുന്ന മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ മയ്യത്ത് ആ കൂട്ടത്തിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗവും വെട്ടേൽക്കാൻ ബാക്കിയില്ല. ആ നിലക്കാണ് മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ മയ്യത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടുന്നത്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മനോഹരമായ ചില വാക്കുകൾ പറഞ്ഞു. യാ അയ്യുഹൽ മിസ്ഹബ്, മിസ്ഹബേ, ഞാൻ നിന്നെ കാണുമ്പോൾ നീ സുന്ദരനായിരുന്നു. മിസ്ഹബേ, ഞാൻ നിന്നെ കാണുമ്പോൾ നീ വേഷഭൂഷാദികളിൽ ജീവിച്ചവനാണ്. മിസ്ഹബേ, ഞാൻ നിന്നെ കാണുമ്പോൾ ഏറ്റവും വില കൂടിയ വസ്ത്രങ്ങൾ മാത്രമല്ല നിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നത്. മിസ്ഹബേ, നീ ആ നിലക്ക് ജീവിച്ചു, വേഷങ്ങൾ ഭംഗിയുള്ളത്. ഇന്ന് ജടപിടിച്ച മുടി തലമുടിയുമായി ഉള്ള ഒരൊറ്റ പുതപ്പ്, ആ പുതപ്പ് പൊടി പുരണ്ട് നീ ഒരു പുതപ്പിലിതാ നിന്നെ കഫൻ ചെയ്യപ്പെട്ടിരിക്കുന്നു. മിസ്ഹബേ, നീ തീർന്നത് എല്ലാം അല്ലാഹുവിന് വേണ്ടി, തൃപ്തിക്ക് വേണ്ടി എല്ലാം ത്യജിച്ചു. മിസ്ഹബേ, സ്വർഗം നിനക്കുള്ളതാണ്. അത് ഒരു യുവാവ്. ഒരു ചെറിയ പ്രയാസം പോലും സഹിക്കാനോ ഒന്നിനും തയ്യാറില്ലാത്ത നമ്മൾ. ഇതൊരു യുവാവാണെന്ന് നിങ്ങൾ ഓർക്കുക കേട്ടോ. ആ യുവാവിൻ്റെ മയ്യത്ത് കഫൻ ചെയ്യാൻ എടുത്തു വെച്ച രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഖുത്തില യൗമു ഉഹദ് തറക്ക നമിറത്തൻ, ഒരു പുതപ്പൊഴികെ ബാക്കിയെല്ലാം ഭൂമിയിൽ വിട്ടേച്ച് മിസ്ഹബ് വഹദിൽ യാത്രയായി. ഫകുന്ന ഇദാ ഖത്തൈനാ ബിഹാ റഅസഹു, അദ്ദേഹം ധരിച്ചിരിക്കുന്ന ആ പുതപ്പ്, കമ്പിളി പുതപ്പ് കൊണ്ട് അദ്ദേഹത്തിന് തല മൂടുമ്പോൾ ബദത്ത് റിജ്ലാഹു, രണ്ട് കാലുകളും പുറത്ത് കാണും. കഫൻ ചെയ്യാൻ തുണി തേയുന്നില്ല. എന്നാൽ വൈദാ ഖത്തൈനാ ബിഹാ റിജ്ലൈഹി, രണ്ട് കാലുകളൊന്നും മൂടാന്ന് വെച്ചാലോ ബദ റഅസഹു, തല വെളിപ്പുറത്തേക്ക് കാണും. ഫഅമറനാ റസൂലുള്ളാഹ് അൻ നുഗത്തിയ റഅസഹു, ആ പുതപ്പുകൊണ്ട് തലഭാഗം മുതൽ അങ്ങ് മൂടാൻ റസൂലുള്ളാഹ് പറഞ്ഞു. വനജഅലു അലാ റിജ്ലൈഹി ശൈഅൻ മിനൽ ഇദ്ഖർ, കാലിൻ്റെ ഭാഗത്ത് പുല്ലിട്ട് കഫൻ ചെയ്തോളാൻ. സ്വർണം കൊണ്ട് കഫൻ ചെയ്യാൻ മാത്രം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിൽ നിന്ന് ആ മാതാവ് മകനെ പുറത്താക്കിയപ്പോൾ ഞാൻ നിനക്കാരുമല്ല, തൗഹീദ് ഉൾക്കൊണ്ടെന്ന് എനിക്ക് ഞാൻ നിനക്കാരുമല്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങുന്ന രംഗം ചരിത്രം വായിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും കണ്ണുകൾ നനഞ്ഞു പോകും. ആ മിസ്ഹബ് ബിൻ ഉമൈറിൻ്റെ മുഖം കുത്തി നിലത്ത് കിടന്ന മയ്യത്തെടുത്ത് പുറത്തേക്ക് വെച്ചപ്പോൾ അദ്ദേഹം ആ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടിട്ട് അനുചരന്മാർ കൂടി നിന്നവരെല്ലാം
മൊത്തം കരഞ്ഞുപോയി. അന്ന് കണ്ണീരൊഴുക്കാത്തൊരു സഹാബിയുമില്ല. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്വന്തം ജീവൻ കൊടുത്തിട്ടാണ് നേതൃത്വത്തിന് വേണ്ടിയിട്ട് യൗവനം ചെലവഴിച്ച് തീർത്തത്, അല്ലേ? ഇന്നോ ആലോചിക്കുക, തീർപ്പിക്കുന്നില്ല. ഈ സന്ദേശം നമ്മുടെ യുവാക്കളും യുവതികളും മാറിലേറ്റുക. ഇസ്ലാമിനു വേണ്ടി കുറച്ച് ത്യാഗമൊക്കെ സഹിക്കാൻ നമ്മളും തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ യൗവനം അള്ളാഹുവിന് നൽകി വാർദ്ധക്യം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ കഴിയാൻ അള്ളാഹു തുണക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ മരിച്ചു പിരിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കൂടെ ഒരുപാട് അപകടങ്ങളിൽപ്പെട്ട് കഴിയുന്നവരും രോഗത്തിൽ കഴിയുന്നവരും ആശുപത്രികളിലുണ്ട്. അള്ളാഹു അവർക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്ന ഏറ്റവും സാലിഹായ കാര്യങ്ങൾ അള്ളാഹു നമുക്കെല്ലാം സഫലീകരിച്ച് തരുമാറാകട്ടെ. പടച്ചതമ്പുരാൻ്റെ കോടതിയിലേക്ക് പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് യാത്ര പോകാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വലത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ്റെ കോടതിയിൽ വെച്ച് റബ്ബിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിക്കുന്ന മുത്തഖുകളിൽ അള്ളാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.